ഐ കൃഷ്ണ പാലസ് ഫ്രം ഇഗഡി എഫക്ട്സ്. വോഡാഫോൺ ഐഡിയയിൽ എന്താണ് സംഭവിക്കുന്നത്? വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് അല്ലേ? ശരിക്കും 50% സ്റ്റോക്ക് പ്രൈസ് കയറി ശരിക്കും, എസ്പെഷ്യലി കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് ബേറിഷ് മാർക്കറ്റ് ആയിരിക്കുന്ന സമയത്ത്. സോ എന്തുകൊണ്ടാണ് ഇത്രയും സ്റ്റോക്കിൽ അപ്രീസിയേഷൻ വരാൻ കാര്യം? എസ്പെഷ്യലി ഫണ്ടമെൻ്റലി കൊളാപ്സ് ആയിട്ടുള്ള കമ്പനിയിൽ. അതാണ് ഏറ്റവും വലിയൊരു ക്രിട്ടിക്കൽ പോയിൻറ്റ്. 3 റീസൺസാണുള്ളത്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികോം 12,000 കോടി രൂപയുടെ ബാങ്ക് ഗ്യാരണ്ടി തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. വോഡാഫോൺ ഐഡിയയ്ക്ക് ഏറ്റവും കൂടുതൽ എക്സ്പോഷറുള്ള 3 ബാങ്കുകളുള്ളത് IDBI ബാങ്ക്, യെസ് ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 12,000 കോടി രൂപയുടെ ബാങ്ക് എക്സ്പോഷർ തിരിച്ചു കൊടുക്കുക എന്ന് വെച്ചാൽ കമ്പനിക്ക് എക്സ്പോഷർ, ബാങ്കിനിൽ ഉള്ള എക്സ്പോഷർ കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെ കുറയ്ക്കാൻ സാധിച്ചാൽ കമ്പനിക്ക് വീണ്ടും ക്രെഡിറ്റിന് വേണ്ടി ബാങ്കിനെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഏതെങ്കിലും ബാങ്ക് ക്രെഡിറ്റ് കൊടുക്കുകയാണ് എങ്കിൽ ശരിക്കും അത് കമ്പനിയുടെ ഒരു എക്സിസ്റ്റൻസിനെ, സർവൈവലിനെ വല്ലാതെ അത് സപ്പോർട്ട് ചെയ്യും ശരിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. പോയിന്റ് നമ്പർ 2, കമ്പനി അവരുടെ താരിഫ് ഇൻക്രീസിനെ കുറിച്ച് ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ആവറേജ് റേറ്റ് പെർ യൂണിറ്റ്, ആർപു എന്ന് പറയും. ആർപുവിൽ ഒരു അപ്ലിഫ്റ്റിംഗ് വരുന്നുണ്ട്. അത് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്ട്രെയിനെ കുറയ്ക്കും ശരിക്കും. ഇതാണ് രണ്ടാമത്തെ കാര്യം. സോ ഈ കാര്യങ്ങളെല്ലാം കൂടെ ചേർന്നാണ് കമ്പനിക്ക് വലിയൊരു സെൻറ്റിമെൻ്റൽ സപ്പോർട്ട് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ സെൻറ്റിമെൻ്റൽ നോട്ട് ബേസ്ഡ് ഓൺ ഫണ്ട. ഈ സെൻറ്റിമെൻ്റൽ വരാൻ നേരത്ത് ആ ടെക്നിക്കലി ഒരു ബൂസ്റ്റപ്പ് കൊടുത്തു ശരിക്കും. ആ ബൂസ്റ്റപ്പ് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? കഴിഞ്ഞ 2019 ശേഷം കമ്പനി ഒരു ബ്രേക്ക്ഔട്ടിലേക്ക് പോയി ശരിക്കും. ഇപ്പോൾ ഒരു ബ്രേക്ക്ഔട്ടിലാണ് കമ്പനി കിടക്കുന്നത് വീക്ക്ലി ചാർട്ടിൽ. ആങ്കർ വ്യൂ വെച്ച് നോക്കാൻ നേരത്ത് അസൂയാവഹമായിട്ടുള്ള ടാർഗറ്റ്സൊക്കെയാണ് കാണിക്കുന്നത്. അത് എന്തുമാത്രം വരുമെന്നൊന്നും എനിക്കറിയില്ല. വോഡാഫോണിൻ്റെ നമ്മൾ ഫണ്ട് അനാലിസിസ് ആണ് ചെയ്യുന്നത്. screener.in എന്നുള്ള സൈറ്റാണ്. മാർക്കറ്റ് ക്യാപ്പ് 41,000 കോടി രൂപ. ROC, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് -51.7. ROE ഇല്ല. കമ്പനി കണ്ടിന്യൂസ് നഷ്ടത്തിലോടുന്ന കമ്പനിയാണ് അല്ലേ. ബുക്ക് വാല്യൂ -18.3 ആണ് ബുക്ക് വാല്യൂ. മനസ്സിലായോ? സ്റ്റോക്ക് പി ഇല്ല. കാര്യം നഷ്ടത്തിലോടുന്ന കമ്പനിക്ക് സ്റ്റോക്ക് പി എന്ന് പറഞ്ഞ ഒരു സംഗതി വർക്കൗട്ട് ചെയ്യത്തില്ല. പ്രൊമോട്ടർ ഹോൾഡിംഗ്, ഡീസൻറ്റ് പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ട്. 72.72% ആണുള്ളത്. മാർക്കറ്റ് ക്യാപ്പ് 41,523 രൂപ. ഡെപ്റ്റ് നോക്ക്, 2 ലക്ഷം കോടി രൂപയാണ് കടവുള്ള കമ്പനിയാണ് ശരിക്കും. അതിൻ്റെ ക്വാർട്ടർലി പെർഫോമൻസ് നോക്കി ഒന്നും വർക്കൗട്ട് ചെയ്യാനായിട്ടൊന്നും ഇല്ല ഈ കമ്പനിയിൽ. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്യാം. ക്വാർട്ടർലി പെർഫോമൻസ് വർക്കൗട്ട് ചെയ്യാം. ക്വാർട്ടർലി ലോസസ് നോക്ക്, ഓരോ ക്വാർട്ടർലി ലോസ് നോക്ക്. കഴിഞ്ഞ എത്ര വർഷമായിട്ടുള്ള ലോസ് ആണെന്ന് നോക്കിയേ. ഈ കഴിഞ്ഞ ലേറ്റസ്റ്റ് ക്വാർട്ടർലി 7,000 കോടി നഷ്ടമുള്ള കമ്പനിയാണ് ശരിക്കും. ഇപ്പോൾ പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് വർക്കൗട്ട് ചെയ്യാനായിട്ടൊന്നുമില്ല. P&L അക്കൗണ്ടാണ്. നെറ്റ് പ്രോഫിറ്റ്, അതായത് കഴിഞ്ഞ കൊല്ലത്ത് 2020-21 നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാ? -26,000 കോടി രൂപയാണ് ശരി. നമ്മൾ ഫണ്ട നോക്കിയിട്ട് ഈ കമ്പനി ഒന്നുമില്ല ചെയ്യാനായിട്ട്. റിസർവ്സ് കണ്ട -81,000 crores ആണ്. കടം 2 ലക്ഷം കോടി രൂപ. സോ ടോട്ടലി കൊളാപ്സ്ഡ് ഫണ്ടാണ് ഈ കമ്പനിക്ക്. വോഡാഫോണിന്റെ ടെക്നിക്കൽ ചാർട്ടാണ്. വീക്ക്ലി ടൈം ഫ്രെയിമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആങ്കർ വ്യൂ ആപ്പ് ഉപയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 3 പ്രാവശ്യം സംതിങ് അറൌണ്ട് 8 ജൂൺ 2020, അതിനുശേഷം 7 സെപ്റ്റംബർ 2020, അതിനുശേഷം 11 ജാനുവരി 2020, 3 പ്രാവശ്യം ഇതാ സ്ട്രോങ് റെസിസ്റ്റൻസിനെ ക്രോസ് ചെയ്യാൻ ശ്രമിച്ചു. ഫെയിലുവർ ആയിട്ട് തിരിച്ചു വന്നു. ഫസ്റ്റ് ടൈം ആഫ്റ്റർ ഇത് 2 കൊല്ലത്തിനുള്ളിൽ സംതിങ് അറൌണ്ട് ഇത് ആ റെസിസ്റ്റൻസ് ക്രോസ് ചെയ്ത 6th മെയ് 2019 2 കൊല്ലം കഴിഞ്ഞ ശേഷം ആദ്യമായിട്ട് വോഡാഫോൺ ഐഡിയ ആ റെസിസ്റ്റൻസിനെ ക്രോസ് ചെയ്ത് പോയിരിക്കുന്നത്. സ്ട്രോങ് ക്യാൻഡിലാണ് വിത്ത് സ്ട്രോങ് വോളിയം. സ്ട്രോങ് വോളിയമാണ് വന്നിരിക്കുന്നത്. സ്ട്രോങ് ക്യാൻഡിൽ, സ്ട്രോങ് വോളിയം. അത് ഈ കമ്പനിയുടെ ഈ മൊമെന്റം സ്റ്റോക്സിനെ ചേസ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് വളരെ ആഹ്ലാദകരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ മൊമെന്റം സ്റ്റോക്കിനെ ചേസ് ചെയ്യാത്തൊരു വ്യക്തിയാണ് ശരിക്കും. മനസ്സിലായോ? ആങ്കർ വ്യൂ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് ആ പൊസിഷൻ കിട്ടി. ഇതിന്റെ ടാർഗറ്റ്സ് ഒക്കെ പറഞ്ഞാൽ ഹ്യൂജ് ടാർഗറ്റാണ് ശരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ ടാർഗറ്റ്സിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. കാര്യം ഏറ്റവും വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സെക്ടറാണ് ഇന്ത്യയിലെ ടെലികോം എന്ന് പറയുന്നത്. ഇഷ്ടംപോലെ റെഗുലേറ്ററി അതോറിറ്റീസ് ഏറ്റവും കൂടുതലുള്ള ഒരു സെക്ടറാണ്. റെഗുലേഷൻസ് കണ്ടമാനുള്ള സെക്ടറാണ്. എപ്പോൾ വേണമെങ്കിലും മാറി മറിയാവുന്ന ഒരു സെക്ടറാണ്. അപ്പം കൺസിസ്റ്റൻസി കമ്പാരിറ്റീവ്ലി കുറവാണ് മറ്റുള്ള സെക്ടറുമായിട്ട് നോക്കാൻ നേരത്തെ. എനിവേ, ഇനി ഇവിടെ ഒരു ട്രേഡ് ലൊക്കേഷൻ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഒരു ബ്രേക്ക്ഔട്ട് കൊടുത്താൽ ഏതെങ്കിലും ഒരു പോയിട്ട് പുൾ ബാക്കിൽ വരും. പുൾ ബാക്കിൽ നോർമൽ കേസിൽ ബ്രേക്ക്ഔട്ട് സോണെ ടച്ച് ചെയ്ത് ഒരു പക്ഷേ അവിടുന്ന് സപ്പോർട്ട് എടുത്തേക്കാം. അല്ലെ ബ്രേക്ക്ഔട്ട് സോണിന്റെ മുമ്പിൽ അതിന് വരാതെ അതിന്റെ ഏതെങ്കിലും ലെവൽ വെച്ച് ടച്ച് ചെയ്ത് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു കയറാം. എങ്ങനെ വേണമെങ്കിൽ കയറാം. സ്റ്റോക്കാണ് തീരുമാനിക്കുന്നത്. ബ്രേക്ക്ഔട്ട് സോണിൽ ടച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറെ കൂടെ കൺഫർമേഷൻ ആയി. അല്ല, ബ്രേക്ക്ഔട്ട് സോണിൽ ടച്ച് ചെയ്ത് ഏതെങ്കിലും ബ്രേക്ക്ഔട്ട് സോണിൽ ടച്ച് ചെയ്യാതെ ഏതെങ്കിലും പൊസിഷന് വെച്ചാൽ തിരിച്ചു കയറുന്നെങ്കിൽ നമ്മളൊരു ഫിബോനിച്ചി ഇട്ട് വർക്കൗട്ട് ചെയ്യും. ആ തിരിച്ചു കയറിയ സോൺ വാലിഡ് ആണോ എന്ന് അറിയാനായിട്ട്. അങ്ങനെ വാലിഡ് ആണെന്ന് അറിഞ്ഞാൽ നമ്മൾ ക്യാൻഡിലും വോളിയം
നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ട്രേഡ് ലൊക്കേഷൻ, നമ്മുടെ എൻട്രി നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അത് തന്നെ ഇതിൻ്റെ അകത്ത് സംഭവിക്കാനുള്ള സാധ്യത കൊണ്ട് അറ്റ് കറന്റ് സ്റ്റേജിൽ സ്റ്റോക്ക് ഹൈ മൊമെന്റത്തിൽ കിടക്കുകയാണ്. നെവർ ചേസ് മൊമെന്റം എന്നുള്ളതാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ ബേസിക് ആയിട്ടുള്ള അഡ്വൈസ്. മൊമെന്റം കഴിഞ്ഞിട്ട് സ്റ്റോക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന ഒരു ടൈം വരും. റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനാണ് പറയുന്നത് പുൾ ബാക്ക് എന്ന് പറയുന്നത്. പുൾ ബാക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ക്യാൻഡിലിനെയും വോളിയത്തിനും അസസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കും. NSEയുടെ സൈറ്റ് ആണ്, വോഡഫോൺ ഐഡിയയുടെ സൈറ്റ് ആണ്. നമ്മൾ ഹിസ്റ്റോറിക്കൽ ഡേറ്റ പോകണം, അത് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്താൽ വോഡഫോൺ ഹിസ്റ്റോറിക്കൽ ഡേറ്റ, അവിടെ നമ്മൾ ഒരു 1 മന്ത് കൊടുക്കുക. 1 മന്ത് കൊടുത്താൽ 1 മന്തിലെ വോളിയം ഒരു ഐഡിയ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും കേട്ടോ. 1 മന്തിൽ എന്ന് വെച്ചാൽ 3 ഡിസംബർ മുതൽ 8 നവംബർ വരെയുള്ള ഏകദേശം ഒരു മാസ സമയം. 8 നവംബറിൽ സ്റ്റോക്കിന്റെ ക്ലോസ് ചെയ്ത പ്രൈസ് 9 രൂപ 80 പൈസയായിരുന്നു. 3 നവംബർ കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത പ്രൈസ് 14 രൂപ 40 പൈസ. സംതിങ് അറൌണ്ട് ഒരു 50% അപ്രീസിയേഷൻ കൊടുത്തു. മാത്രമല്ല വോളിയം നോക്കുക, 115 കോടി വോളിയമാണ് ഒറ്റ ദിവസം നടന്നത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച. ദാറ്റ് എഗൻസ്റ്റ് നവംബറിൽ എത്രയാണ് വോളിയം നടന്നത്? 11 കോടിക്ക് എഗൻസ്റ്റ് ആയിട്ട് 115 കോടി വോളിയമാണ് നടന്നത്. 10 ടൈംസ് വോളിയം ഇൻക്രീസ് ചെയ്തു. ഫണ്ട കണ്ടല്ലോ അല്ലേ, അബ്സൊല്യൂട്ട്ലി കൊളാപ്സ് ആയിരിക്കുന്ന ഫണ്ട. ടെക്നിക്കലി ഇത് നോക്കാൻ നേരത്ത് ഹ്യൂജ് മൊമെൻറ്റംസ് ആണ്, ഹ്യൂജ് ആയിട്ടുള്ള ബൈങ് ആണ് നടക്കുന്നത്. വീക്ക്ലി ചാർട്ടിൽ ഹ്യൂജ് ആയിട്ടുള്ള ക്യാൻഡിലാണ് കാണിക്കുന്നത്. ഇത് സസ്റ്റെയിൻ ചെയ്യുമോ എന്നുള്ളതാണ് ചോദ്യം. വലിയൊരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ടെലികോം സെക്ടർ എന്ന് പറയുന്നത് ഏറ്റവും റിസ്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു സെക്ടറാണ്. കാര്യം ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ, റെഗുലേറ്ററി ഇൻ്റർവെൻഷൻസ് ഒക്കെ എപ്പോഴും ഉള്ളൊരു സെക്ടറാണിത്. സെൻറ്റിമെൻറ്റ്സ് മാറിക്കൊണ്ടിരിക്കും ശരിക്കും ഈ ഒരു സെക്ടറിൽ. രണ്ടാമത്തെ കാര്യം, ഐഡിയയ്ക്ക് ധാരാളം കേസസ് ടെലികോം ഡിപ്പാർട്ട്മെൻറ്റായിട്ട് സുപ്രീം കോടതിയിൽ വിധി കാത്ത് കിടക്കുകയാണ്. ഏതെങ്കിലും ഒരു വലിയൊരു കേസിൽ വിധി എഗൻസ്റ്റ് ആണെങ്കിൽ കേറിയ സെൻറ്റിമെൻറ്റ് എല്ലാം താഴെ പോകാനായാലും നിമിഷങ്ങൾ മതി. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇത് വലിയൊരു റിസ്ക് ഫാക്ടറാണ് ശരിക്കും. നമ്മൾ പറയുന്നതാണ് എളുപ്പമല്ല, ഇറ്റ്സ് എ ഹ്യൂജ് റിസ്ക് ഫാക്ടർ. അതുകൊണ്ട് തന്നെ ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഈ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. കാര്യം എന്നെ സംബന്ധിച്ച് ഫണ്ട വളരെ മോശമായിട്ടുള്ള കമ്പനിയാണ്. ഞാൻ ഫണ്ടയിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. വെരി ക്ലിയർ, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യത്തുമില്ല. പിന്നെ എന്തിനാണ് ഞാൻ ഈ കമ്പനിയെ ഫോളോ ചെയ്യുന്നത്? സിമ്പിൾ. ഈ കമ്പനിക്ക് 3 ബാങ്ക്സുമായിട്ട് എക്സ്പോഷർ ഉണ്ട്, IDA ബാങ്ക്, യെസ് ബാങ്ക്, SBI. ഞാൻ ഈ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം SBIയുടെ ഷെയർ, വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ബാങ്കാണ്. എങ്ങനെ ഈ ബാങ്ക് എക്സ്പോഷർ കുറയുമ്പോൾ ബാങ്ക് ഗ്യാരണ്ടി കമ്പനി ഇൻടൈൻ ബാങ്കുകളിലേക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ SBI ഷെയർ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചുള്ള ക്രിട്ടിക്കൽ ഫാക്ടർ. ഞാൻ ആ ഭാഗത്ത് എവിടെങ്കിലും അങ്ങനത്തെ ഒരു പ്ലസ് പോയിൻ്റ് വരുന്ന സമയത്ത് SBIയിൽ ഞാനൊരു ട്രേഡ് ലൊക്കേഷൻ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കും. ആ സമയത്ത് അറ്റ് കറൻറ്റ് സ്റ്റേജിൽ SBI പ്രൈവറ്റ് PSU ബാങ്കാണ്. PSU ബാങ്ക്സ് അണ്ടർ പെർഫോമിംഗ് ആണ് ടു നിഫ്റ്റി. ആക്ച്വലി അണ്ടർ പെർഫോമിംഗ് ഇപ്പോൾ വേണേൽ മറിയാം ശരിക്കും. ഒരു ഔട്ട് പെർഫോം വരുന്ന സമയത്ത് ഐഡിയയുടെ ബാങ്ക് എക്സ്പോഷർ കുറയുന്ന സമയത്ത് തീർച്ചയായും SBI കണക്കുള്ള വലിയ ബാങ്കുകൾക്ക് കാര്യം ഹ്യൂജ് എമൗണ്ട് അല്ലേ, 11,000 കോടിയാണ് ഐഡിയ വോഡാഫോൺ ഐഡിയയ്ക്ക് SBIയിലുള്ള എക്സ്പോഷർ. ഇതിൻ്റെ അകത്ത് വലിയ വ്യത്യാസം വന്നാൽ SBI ബാങ്കിൻ്റെ ടോട്ടൽ പെർഫോമൻസിനെ അത് ഹ്യൂജായിട്ട് എസ്കലേറ്റ് ചെയ്യും ശരിക്കും. ആ സ്റ്റോക്കിനെ എസ്കലേറ്റ് ചെയ്യും. തീർച്ചയായും ഞാൻ നോക്കുന്ന ഒരു പോയിൻ്റ് അതാണ് ശരിക്കും. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം വേണ്ടോ എന്നുള്ളത് നിങ്ങൾ എല്ലാം അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ തീരുമാനിക്കാവുള്ളൂ ശരിക്കും. സോ വേറൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് കൃഷ്ണ ബാലകൃഷ്ണൻ ഫ്രം IGDFX.